ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കുന്നവരെ, നമ്മളെ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വിശ്വാസ പ്രമാണത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന സംഭവം വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവ് എന്നതാണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ വിശ്വസിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വിശ്വസിച്ചിരിക്കേണ്ട സത്യങ്ങൾ മാത്രമാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗഹനമായിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ ഒരു അക്ഷരം പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കും എടുത്താണ് പഠിച്ചത്. ഓരോ വാക്കും എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര വലിയ സത്യങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന വാക്കുകളാണ് വിശ്വാസ പ്രമാണത്തിൽ വെച്ചിരിക്കുന്നതെന്ന്. അപ്പം ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവ് എന്നതാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ശൂന്യത മാത്രമേ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ. ഒരു കാര്യം പോലും മനസ്സിലാക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങളൊന്നും വ്യാഖ്യാനിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. കർത്താവേ, നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെ സ്വീകരിക്കാതെ ഒന്നും മനസ്സിലാവില്ല എന്ന്. നല്ല തമ്പുരാനെ, നിന്റെ മുമ്പാകെ എളിമയോടെ ഞങ്ങൾ നിന്നു തരുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നല്ല തമ്പുരാനെ, നിന്റെ ആത്മാവിന്റെ വലിയ അഭിഷേകം, നിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നീ വർഷിക്കണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആത്മാവിന്റെ വലിയ പ്രചോദനത്താൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശരിയായ വിധം മനസ്സിലാക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് തരണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച്, എൻ്റെ കർത്താവേ, നിന്നെ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ കണ്ണുകൾ മറച്ച് ഉൾക്കണ്ണ് തുറന്ന് നമുക്കായിരിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ രണ്ട് കരങ്ങളും ചേർന്നിരിക്കുന്നത് പോലെ നിന്നോട് ഞാനൊന്ന് ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോട് ചേർന്നിരുന്ന് നിന്റെ അഭിഷേകത്തിൽ പങ്കുപറ്റുവാൻ, നിന്റെ ആത്മാവിൽ പങ്കുപറ്റുവാൻ ഇടതരണമേ എന്ന് ഹൃദയം മുഴുവൻ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം തന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ എല്ലാ ക്വാളിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ബൈബിളിൽ ഉപയോഗിക്കുന്ന വിവിധ പദങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ഇന്ന് കടന്നു പോകുന്നില്ല. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുക. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായി ഒരു കാരണവശാലും വിശ്വസിക്കുന്നതിൽ നിന്ന് ഒരല്പം പോലും അണുവിട പോലും വ്യത്യാസം വരുത്താതെ വിശ്വസിക്കേണ്ട സത്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം നമുക്കൊരു 4 ദിവസത്തെ ധ്യാനം നടത്താം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരു 4 ദിവസത്തെ ധ്യാനം നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം നടത്താം. പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിനെ മാത്രം വ്യാഖ്യാനിച്ച് പോയാൽ ഒരു 4 ദിവസം പോലും മതിയാവുകയില്ല. നമ്മൾ ഇന്ന് പറയുന്ന കാര്യം പരിശുദ്ധാത്മാവ് സത്യമായും ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് വരുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, അല്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ജീവദാതാവാണ് ഈ പരിശുദ്ധാത്മാവ്. ജീവൻ നൽകുന്നവനാണ് ഈ പരിശുദ്ധാത്മാവ്. നാലാമത്തെ കാര്യം ഇതാണ്, ഏക പരിശുദ്ധാത്മാവ്. ഇത് ഏക ദൈവമാണ്. നമ്മൾ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു ഏക ദൈവം എന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പുത്രനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറഞ്ഞു അത് ഏക പുത്രനാണ് എന്ന് പറഞ്ഞു. അത് ഏക ദൈവമാണെന്നാണ് പറയുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴും വീണ്ടും പറയും ഏക ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഏക എന്നുള്ളത് നമ്മളിങ്ങനെ മൂളി അങ്ങ് വിട്ടുപോകുന്നതാണ് ഈ വിശ്വാസ പ്രമാണത്തിന് ചൊല്ലുന്ന സമയത്ത്, അല്ലേ? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഏക ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. നിങ്ങൾ കുർബാന പുസ്തകത്തിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് കാണാം. ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക്. അതിൻ്റെ കാരണം ഇതാണ്, അങ്ങനെ ചൊല്ലിയാലും തെറ്റില്ല, പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചൊല്ലിയാലും അതാണ് ശരി. ഇനിയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതിൻ്റെ കാരണവശം പറഞ്ഞുതരാം. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പിതാവിൽ നിന്നും പുറപ്പെടുന്ന നമുക്ക് ഒഴിവാക്കാവുന്ന ഭാഗമായതുകൊണ്ടാണ് അവിടെ ഹൈഫൻ ഇട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുക. കാരണം ഇതാണ്, എല്ലാത്തിൻ്റെയും ഉറവിടം പിതാവാണ്.
നമ്മൾ അങ്ങനെ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് അതിൻ്റെ അത് ചേർക്കാനുള്ള കാരണം ഇതാണ്. ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പം പിതാവിൽ നിന്ന് പുത്രൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് രണ്ട് എടുത്ത് ചേർത്തിരിക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും ഉണ്ട്, അവരയക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണ്ട് താഴത്തെ ഗ്രേഡിലുള്ള ആളാണെന്ന് നമുക്കൊരു തോന്നും. അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് പിതാവിൽ നിന്ന് തന്നെയാണ് കൃത്യമായി പുറപ്പെടുന്നത്. ഈശോയും പറയുന്നത് അത് തന്നെയാണ്, പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഞാൻ അയക്കുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം പറയുന്നത് എന്താ, പിതാവിനുള്ളതെല്ലാം എൻ്റേതായതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ അയക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പൊ അതായത് പിതാവ് ആണ് എല്ലാത്തിൻ്റെ ഉറവിടം എന്ന് പറയാനായിട്ടാണ് പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഉറവിടം പിതാവാണെന്ന് പറയാനായിട്ടാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള സകലതും വരുന്നത് പിതാവിൽ നിന്നാണ്. അപ്പൊ എല്ലാത്തിന്റെ ഉറവിടം പിതാവാണ് എന്ന് പറയാനായിട്ടാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ മറ്റെവിടെന്നെങ്കിലും വന്നതല്ല, പിതാവിൽ നിന്ന് തന്നെ വന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ദൈവം തന്നെയാണ് എന്നതാണ് നമ്മൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നതുകൊണ്ട് അവിടെ ഏറ്റു പറയുക. ഇതൊരു ബോധ്യമുണ്ടാകണം. ഇത് ഏറ്റു പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ദൈവമാണ്, പിതാവിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ദൈവമാണ്. ഈശോ പുറപ്പെട്ടു വന്നതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈശോ അയക്കുന്നത്? കാരണം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഇടയനായിട്ടാണ്. തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്ന് മാധ്യസ്ഥം വഹിച്ച് അയക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ അയക്കുന്നു എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരേ ദൈവം തന്നെ എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് CCCക്കകത്ത്, അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. CCC 689 ഇപ്രകാരം പറയും, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഛായയായി കാണപ്പെട്ടത് ക്രിസ്തുവാണ്, പക്ഷേ ആത്മാവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന രൂപത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത് ഈശോയാണ്. ആ ഈശോയെയും പിതാവായ ദൈവത്തെയും വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പിതാവിൻ്റെ കാണപ്പെടുന്ന ഛായയായി നമ്മുടെ മുമ്പിൽ വന്നത് പുത്രനായ മിശിഹായാണ്. പക്ഷെ ഈ പുത്രനായ മിശിഹായെയും അയച്ച പിതാവിനെയും വെളിപ്പെടുത്തി തരാൻ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇവരെ രണ്ടുപേരെയും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ പരിശുദ്ധാത്മാവ്, നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഏക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം എന്ന ഒറ്റ ദൈവമാണ്. ആ ദൈവം പുറപ്പെട്ടു വന്നത് ഈ ആൾക്കാരെ മനസ്സിലാക്കിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ പുത്രനെയും പിതാവിനെയും മനസ്സിലാക്കിച്ചു തരാൻ, അത് വെളിപ്പെടുത്തി തരാൻ ആ പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു വന്നത് പിതാവിൽ നിന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ്. വളരെ ക്ലിയർ ആയിട്ടാണ് പറയുക ആരിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ്? പിതാവിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അച്ഛൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചൊല്ലണ്ട, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന, അതാണ് വളരെ കറക്റ്റായിട്ടുള്ളത്. ഇനി അതോടെ കൂട്ടി ചൊല്ലിയെന്ന് പറഞ്ഞാലും അതൊരു തിയോളജിക്കലി എററല്ല, തെറ്റല്ല എന്നതുകൊണ്ടാണ് അത് അവിടുന്ന് മാറ്റാതെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് സത്യാത്മാവ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സത്യാത്മാവ് എന്ന പദം ഉപയോഗിക്കുന്നു. അത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് സത്യാത്മാവ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പിതാവിനെയും പുത്രനെയും കൃത്യമായി വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്.
നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് വരങ്ങൾ കിട്ടുന്നുണ്ട്, ദാനങ്ങൾ കിട്ടുന്നുണ്ട്, ഫലങ്ങൾ കിട്ടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ ദൗത്യം എന്താണ് എന്ന് അവിടെ പറയുകയാണ്. എന്താണ്? അവൻ സത്യാത്മാവും ജീവദാതാവുമാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങൾ. പറഞ്ഞു മനസ്സിലായോ? ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ഒഴിവാക്കാനാവാത്ത ദൗത്യം എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞതൊക്കെയാണ്. അവൻ സത്യാത്മാവാണ്, ജീവദാതാവാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവാണ്. എന്താണ് സത്യം? ആരാണ് സത്യം? സത്യാത്മാവ് എന്ന് പറയുന്നതുകൊണ്ട് രണ്ടർത്ഥമാണ്. ഒന്ന്, അവൻ സത്യമാണ്, അവൻ സത്യമാണ്. ഈശോ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് അവൻ സത്യമാണ്, അവൻ സത്യമാണ്, അല്ലേ? അതേ കാര്യം തന്നെ പരിശുദ്ധാത്മാവിനുമുണ്ട്. അവൻ ശരിക്കും സത്യമാണ്, അതായത് അവൻ ശരിക്കും ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് സത്യാത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈശോ പറയുന്നതാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യാത്മാവ് വരുമ്പോൾ, അവിടെയാണ് സത്യാത്മാവ് എന്ന പദം ഈശോ തന്നെ കൊണ്ടുവരുന്നത്. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. 1 കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതായത് പരിശുദ്ധാത്മാവിനാണ് കർത്താവ് ദൈവത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്നത്. നമുക്കിത് വെളിപ്പെടുത്തി തരുന്നത് ആരാണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അത് വെളിപ്പെടുത്തി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ഈശോ കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഈശോ കർത്താവാണെന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമല്ല, അല്ലേ? നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, ക്ലബ് ഹൗസ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലബ് ഹൗസിലൊക്കെ കയറി നോക്കാറുണ്ട്. ചുമ്മാ ഓടിച്ചു പോവാണ്. നമുക്ക് അഭിപ്രായം പറയാൻ അവർ അവസരം തന്നാലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്ലബ് ഹൗസിൻ്റെ അകത്ത് മൊത്തം ചർച്ചകൾ മൊത്തം നിരീശ്വരവാദികളുടെ ഇതാണ്, നിരീശ്വരവാദികളുടെ ചർച്ചകളാണ്. അത് കൂടുതലും ബൈബിളിലെ എടുത്തു വെച്ചിട്ടാണ് അവർ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ വായിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. ബൈബിളിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് ഈശോ കർത്താവാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വായിക്കുകയാണ് 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും ഈശോ ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും ഈശോ കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമല്ല. ഈ ആത്മാവ് ഇല്ലാത്തവനാണ് എന്ത് പറയുന്നത്? ഈശോ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. എന്നാൽ ഈശോ കർത്താവാണ് എന്ന് ഏറ്റു പറയണമെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഞാൻ ഈശോ കർത്താവാണ് എന്ന് എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ്. നമുക്ക് അഭിമാനിക്കാം. ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ഈശോ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അല്ലെ? എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈശോ കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് പൗലോസ് പഠിപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പൊ അതായത് ഈശോ കർത്താവാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് ആരുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഈ സത്യാത്മാവ് ഉണ്ടായിരിക്കണം. സത്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്ന ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി രണ്ടാമത് പറയുകയാണ്, അടുത്തത് പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം
ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവേ എന്ന് ദൈവത്തെ നിനക്ക് വിളിക്കാൻ പറ്റണമെങ്കിൽ, ദൈവത്തെ കയറി നിനക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ പേടിയാണ്. ദൈവം എന്നെ വിധിക്കാനിരിക്കുന്നവനാണ്, ഞാൻ ചെയ്യുന്ന പാപത്തിനൊക്കെ തക്ക ശിക്ഷ നൽകി എന്നെ നരകത്തിലേക്ക് അയക്കാൻ നിൽക്കുന്നവനാണ് ദൈവം എന്നതാണ് നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെങ്കിൽ ഓർത്തോണം, നിന്നിൽ പരിശുദ്ധാത്മാവില്ല. നിനക്ക് നിന്റെ അപ്പൻ എന്ന രീതിയിൽ പിതാവേ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്ന ഒരു ദൈവമാണ് ദൈവമെന്ന്, പിതാവ് എന്ന് നിനക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, നിനക്ക് വിശ്വസിക്കാനാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമാണ് നിന്നിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപം ചെയ്താൽ, ഞാൻ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണേ എന്ന് ഏറ്റുപറഞ്ഞാൽ നിന്റെ അപ്പൻ നിന്നോട് ക്ഷമിക്കുമെന്നും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുമുള്ള ബോധ്യമുണ്ടെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്നത് മാത്രം ക്ഷമിക്കാൻ പറ്റുകയില്ല. അത് മാത്രമേ ഉള്ളൂ പൊറുക്കപ്പെടാത്ത പാപം. ഈ നമ്മുടെ യൂദാസ് നശിച്ചു പോകാൻ, യൂദാസിനെ കയറി നാശത്തിന്റെ പുത്രനെന്ന് ഈശോ വിളിക്കാനുള്ള കാരണം ഇതാണ്. പിതാവിനെ കയറി ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റിയില്ല, എന്നോട് പൊറുക്കുന്നവനാണ് എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതാണ് ആത്മാവ് കുടികൊള്ളാത്ത അവസ്ഥ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. സത്യാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് നീ പറയുമ്പോൾ നീ അവിടെ സ്വയമേ എളിമപ്പെടുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നിന്നെ, സത്യമായി നിന്നെ മനസ്സിലാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഏറ്റുപറയുക. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഏറ്റുപറഞ്ഞ സത്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, പിതാവിനെ പിതാവായി അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ, പുത്രനായ ദൈവത്തെ കർത്താവായി അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് കിട്ടിയേ പറ്റൂ. അതാണ് എൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു എന്നാണ് നീ അവിടെ ഏറ്റുപറയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ന് പറഞ്ഞു, കാരണം അത് ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവ് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായതിൻ്റെ എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവാണ്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പൂർണ്ണനാണ്, പരിപൂർണനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ. അവൻ സത്യം പഠിപ്പിക്കുന്നവൻ, സത്യം തന്നെയായ ദൈവമാണ്. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ സത്യമായും സത്യ ദൈവമാണ് എന്നാണ് നമ്മളിവിടെ ഇട്ട് പറയുക. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, ജീവദാതാവാണ് പരിശുദ്ധാത്മാവ്. ജീവദാതാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മരണത്തിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാൻ, നിത്യജീവൻ തരാൻ ഈ ആത്മാവിനെ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് നിന്നെ മരണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി മുകളിലേക്ക് കൊണ്ടുപോകുക. നിനക്ക് നിത്യജീവൻ തരുന്നത്, അല്ലെങ്കിൽ നിന്നെ ഉയർപ്പിക്കുന്നത് ഈ ആത്മാവാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈശോയെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ നീയും ഉറപ്പായും ഉദ്ധാനം ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഈശോ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് പിതാവ് പരിശുദ്ധാത്മാവിനാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചതെങ്കിൽ അതേ ആത്മാവിനെയാണ് നിനക്കും തന്നിരിക്കുന്നത്. എന്തിനാണ്? നിന്നെയും ഈ ലോകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് കൊണ്ടുപോയി ഉദ്ധാനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് നമ്മൾ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൽ, ജീവദാതാവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയുകയാണ്, എൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്,
എനിക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ തീരുന്ന ഒന്നല്ല എൻ്റെ ജീവിതം, മറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്യിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അതാണ് ഇവിടെ പറയാം. അപ്പൊ അതുകൊണ്ട് ജീവദാതാവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവായ പരിശുദ്ധാത്മാവ്, ജീവദാതാവായ പരിശുദ്ധാത്മാവ്. അതിന്റെ അർത്ഥങ്ങൾ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും ഏക പരിശുദ്ധാത്മാവ്. കുറെ പരിശുദ്ധാത്മാക്കളൊന്നുമില്ല, നമുക്ക് ഓരോന്നും തരുന്നത് ഓരോ ആത്മാക്കളല്ല എന്നൊക്കെ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ വരങ്ങളെക്കുറിച്ചും ഓരോ ദാനങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. ചിലർക്ക് പ്രവചന വരമുണ്ട്, അല്ലെ, പ്രവചനം നൽകുന്ന ആത്മാവ്. ഒരേ ആത്മാവ് തന്നെയാണ് നമുക്കിതെല്ലാം നൽകുന്നത്. ഭാഷാവരം നൽകുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നൽകുന്ന ഒരേ ആത്മാവാണെന്ന് പറയുകയാണ്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതി വെച്ച് 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അവസാനം 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 13-ാമത്തെ വാക്യം: നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. അതായത് ഒറ്റ ആത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് എന്ന ഒറ്റ ആത്മാവ്. ഇതേ ആത്മാവ് തന്നെയാണ് നമുക്ക് മാമോദീസായിലൂടെ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടതും സൈർലേപനം അല്ലെങ്കിൽ തൈലാഭിഷേക കൂദാശയിലൂടെ സ്ഥിരപ്പെടുത്തിയതുമായ ഒരൊറ്റ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ഓരോ വരങ്ങളും ദാനങ്ങളും ഓരോരുത്തർക്കും കൊടുക്കുക. ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒറ്റ ആത്മാവേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണമെന്നും പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റാത്മാക്കൾ അല്ലെങ്കിൽ അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതും ദൈവമാണ്, അവിടെ ഒരു ആത്മാവുണ്ട് ഇവിടെ ഒരു ആത്മാവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് എന്നത് ഒറ്റ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്ന നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധൻ ആത്മാവ് ഈ 2 വാക്കുകളും ത്രിത്വത്തിലെ 3 ആളുകൾക്കും ആപ്ലിക്കബിൾ ആണ്. പരിശുദ്ധൻ, പിതാവായ ദൈവത്തെ പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറയുന്നത്. പുത്രനായ ദൈവത്തെയും പരിശുദ്ധൻ എന്ന് തന്നെ പറയണം. പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. ഈ പരിശുദ്ധൻ എന്ന വാക്ക് ത്രിത്വത്തിലെ 3 ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ദൈവ ആത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധൻ ആത്മാവ് എന്ന പദം ത്രിത്വത്തിലെ 3 ആളുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അച്ഛൻ പറയുന്ന കാര്യമല്ല കേട്ടോ, കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഈ പരിശുദ്ധൻ ആത്മാവ് ഈ 2 വാക്കുകളോട് കൂട്ടിച്ചേർത്ത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയാനുള്ള കാരണം അവൻ സത്യമായും ദൈവം തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് സഭ ആദ്യമായിട്ട് ഉപയോഗിച്ച വാക്കൊന്നുമല്ല കേട്ടോ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടൊന്ന് ഉപയോഗിച്ചേക്കാം, ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കാം. സഭ പറഞ്ഞതല്ല, ഈശോ ഉപയോഗിച്ച വാക്കാണ്. ഇത് ഈ പുറപ്പെട്ടു വരുന്ന ആത്മാവ് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, നിങ്ങളെ വിശദീകരിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ പിതാവിൽ നിന്ന് അയക്കുന്ന ഈ ആത്മാവ് സത്യമായും ദൈവം തന്നെയാണെന്ന് പറയാൻ ഈശോ തന്നെ പറഞ്ഞ വാക്കാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം: എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ഈ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം ഇത് സത്യമായും ദൈവമാണ്. നമ്മളോട് കൂടെ വസിക്കുന്ന ഈ ആത്മാവ് സത്യമായും ദൈവമാണ്, അല്ലാതെ ദൈവത്തിന്റെ ഒരു സബ്ബൊന്നുമല്ല, അതേ ദൈവം തന്നെയാണ്. നേരത്തെ പറഞ്ഞ CCCക്കകത്ത് ഉപയോഗിച്ച അല്ലെങ്കിൽ മതബോധന ഗ്രന്ഥത്തിനകത്ത് ഉപയോഗിച്ച വാക്ക്, ആ ഒരു സെന്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിതാവിന്റെ ഛായ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കാണാവുന്ന രൂപത്തിൽ വന്നതാണ് ക്രിസ്തുവെങ്കിൽ, ഈ പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുവഴിയേ നമുക്ക് പിതാവിനെയും പുത്രനെയും സത്യത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഒന്ന് ചുരുക്കി പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സത്യമായും ഏറ്റുപറയുന്ന, വിശ്വാസ പ്രമാണത്തിൽ ഒഴിവാക്കാൻ പാടില്ലാതെ ഏറ്റുപറയുന്ന സത്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് വന്നതാണ്.
പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. അതിന് പല കാരണങ്ങളാണ് നമ്മൾക്കറിയാം. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടുള്ളതെല്ലാം പിതാവിൽ നിന്ന് വന്നതാണ്. ഇത് പരിപൂർണനാണ്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതുകൊണ്ട് അവൻ ദൈവം തന്നെയാണ്. അത് പറയാനായിട്ടാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവ് മാത്രമാണ് എന്ന് നമ്മൾ അവിടെ ഏറ്റു പറയും. അപ്പം അതുകൊണ്ട് അത് ദൈവമാണ് എന്ന് ഏറ്റു പറയാനാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ന് നമ്മളവിടെ പറഞ്ഞത്. അത് നമ്മൾ ചൊല്ലുക. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവ്. അവിടെ നമ്മൾ പറഞ്ഞു സത്യം എന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് സത്യമാണ്. ഈശോ പറഞ്ഞു താൻ സത്യമാണ്, താനും പിതാവ് ഒന്നാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് അവൻ സത്യമാണ് എന്നുള്ളത്. അവൻ സ്നേഹമാണ്, അവൻ സത്യമാണ് എന്നൊക്കെയുള്ളത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് സത്യമാണ്, അവൻ ദൈവമാണ്. ഇനി രണ്ടാമത്തത്, ഈ സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം തരാൻ വേറെ ആർക്കും പറ്റില്ല. ഈശോയെ കർത്താവാണെന്ന് അംഗീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പറ്റില്ല, ഈ സത്യാത്മാവ് ഇല്ലാതെ പറ്റില്ല. പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ, അവൻ ക്ഷമിക്കുന്ന പിതാവാണ്, സ്നേഹിക്കുന്ന പിതാവാണെന്ന് അംഗീകരിക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റില്ല. അതുകൊണ്ടാണ് സത്യാത്മാവ് എന്ന് നമ്മളവിടെ ചൊല്ലാനുള്ള കാരണം. ഇനി ജീവദാതാവാണ് പരിശുദ്ധാത്മാവ്. കാരണം നമ്മളെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈശോയെ ഉയർപ്പിക്കുവാൻ വന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതേ ആത്മാവ് തന്നെയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ സത്യാത്മാവാണ്, ജീവദാതാവാണ്. ഇതാണ് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. നമുക്ക് മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പാരക്ലേത്ത, സഹായകൻ എന്ന വാക്കുകളൊക്കെ ഇതിനകത്ത് പറയുന്നത്, റൂഹ എന്ന വാക്കുകളൊക്കെ നമ്മൾ ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങൾ, പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്ന് പറയുന്നത് അവൻ ഈ സത്യാത്മാവാണ്. സത്യത്തെ പഠിപ്പിക്കുന്നവനാണ്, നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നവനാണ്, വെളിപ്പെടുത്തി തരുന്നവനാണ്. രണ്ട്, നമുക്ക് ജീവൻ നൽകുന്ന ആത്മാവാണ്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഇനി മൂന്നാമത്തെ, ലാസ്റ്റത്തെ കാര്യം, നാലാമത്തെ കാര്യം ഇപ്രകാരമാണ് നമ്മൾ ചൊല്ലിയത്. ഏക പരിശുദ്ധാത്മാവാണ്, ഒരേ ഒരു ദൈവമാണ്, ഒരേ ഒരു ദൈവത്തിൻ്റെ ഭാഗമാണ്, ഒരേ ഒരു ദൈവം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധൻ ആത്മാവ്. ദൈവത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ പിതാവിനും പുത്രനും ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ ഈ വലിയ സത്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകണം. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമായിരുന്നിട്ടും തന്നോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപത്തിലായിരുന്ന എന്റെയും നിങ്ങളുടെയും മുമ്പിലായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം.
ഈ ലോക സ്രഷ്ടാവേ, ഈ ലോകത്തിന്റെ അധിപനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് കർത്താവിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാം. നമുക്ക് അവന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ സൃഷ്ടിച്ചവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, ഈ ലോകത്തെ പരിപാലിക്കുന്നവൻ, സർവാധിപനായ നമ്മുടെ ദൈവം, ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ കുർബാനയായിട്ട്, ദിവ്യകാരുണ്യമായിട്ട് നിന്റെ ഉള്ളിൽ അലിഞ്ഞു ചേരുവാനായിട്ട്, നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട്, നിന്റെ ചൂട് അനുഭവിക്കുവാനായിട്ട് നിന്റെ ദൈവം ഇതാ. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുന്നിലായിരിക്കുന്ന ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. ഏറ്റവും മഹത്വത്തിന് യോഗ്യനായ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ആരാധനയേകാം. ഏറ്റവും സ്തുതിക്ക് യോഗ്യനായ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ആരാധനയേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേനാം. എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാൻ മനം തുറന്നേനാം. എന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എന്നെ തമ്പുരാനേ. എന്നേരവും സ്തുതി ആരാധന. ആരാധന, 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 ആരാധന. മധ്യനായി ഭൂവിൽ അവതരിച്ചവനേ, എന്നേരവും സ്തുതി ആരാധന. പുൽമത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, എന്നേരവും സ്തുതി ആരാധന. തച്ചന്റെ മകനായി വളർന്ന ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരിതൻ പ്രിയസുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന, 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 ആരാധന. വഴിയും സത്യവും ജീവനുമാവേശുവേ, എന്നേരവും സ്തുതി ആരാധന. ലോകത്തിൻ്റെ ദീപമേ, ഭൂമി തൻ ലവണമേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, എന്നേരവും
സ്നേഹത്തിൻ പ്രമാണം പകർന്ന സദ്ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന 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 ആരാധന. ഓരോ സൃഷ്ട വസ്തുക്കൾക്കും സൃഷ്ടാവിനെ ആരാധിക്കണം. ഓരോ സൃഷ്ട വസ്തുക്കളുടെയും കടമയും ആഗ്രഹവുമാണ് തന്നെ സൃഷ്ടിച്ച ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ദൈവമക്കളായ നമ്മളുടെ ഓരോരുത്തരെയും കടമയാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ സ്വർഗം വിട്ടിറങ്ങി വന്നത്. ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ കാലിത്തൊഴുത്തിൽ പിറന്നത്. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവഹേളനങ്ങൾ ഏറ്റെടുത്തത്. നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ പരിഹാസിതനായിട്ട് നിന്നത്. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ പാടുപീഡകളേറ്റത്. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ചെമ്മട്ടിയേറ്റ് അടിയേറ്റത്. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നീ കുരിശിൽ മരിച്ചത്. ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ദാനം ചെയ്തത്. ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നീ അപ്പമായി എൻ്റെ മുമ്പിലായിരിക്കുന്നത്. ദൈവമേ, ആരാധിക്കുന്നു. എന്റെ രക്ഷകനായ എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. എന്റെ പാപവിമോചകനായ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്റെ രക്ഷകനായ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്റെ കൂടെ വസിക്കുന്ന എന്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്റെ സ്നേഹിതനായ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എത്ര പറഞ്ഞാലും മതിയാവുകയില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങൾ ഓരോരുത്തരെയും നിരന്തരം പരിപാലിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കോട്ടകെട്ട് ഞങ്ങൾ ഓരോ ദിവസവും സംരക്ഷിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ അഭയശിലയായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു ഈ കാലഘട്ടം മുഴുവൻ. കർത്താവേ, നിന്റെ സ്നേഹം ഓരോ നിമിഷവും പുതിയതാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന എന്റെ സ്നേഹം. കർത്താവേ, ഞങ്ങൾ തോറ്റുപോവുകയാണ് നിന്റെ സ്നേഹത്തിന് മുമ്പിൽ. കർത്താവേ, നിന്റെ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോവുകയാണ്.
ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കാനായിട്ട് ആവുകയില്ല, ആരാധിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവുകയില്ല. എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നു, എത്രത്തോളം ഞങ്ങളെ പരിപാലിക്കുന്നു, എത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താവേ, അത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ചെറുതായി ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഓ ആരാധനായ ദൈവമേ, ഓ ആരാധനായ ദൈവമേ, ഓ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈ ലോകത്തിന്റെ സൃഷ്ടാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഇത് നിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഏക സത്യാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ. യോഹന്നാൻ 16:23 പറയുന്നു, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും കർത്താവ് നിങ്ങൾക്ക് നൽകുമെന്ന്. കർത്താവേ, ഈശോ മിശിഹായേ, ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ദാഹിച്ച് തീഷ്ണതയോടെ യാചിക്കുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പശ്ചാത്താപം ഞങ്ങളിലേക്ക് ആഴപ്പെടുകയാണ്. കർത്താവെ, നിന്നെ പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. കർത്താവെ, പൂർണ്ണമായിട്ടും വിശ്വാസ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. കർത്താവെ, ഞങ്ങൾ തീഷ്ണതയോടെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ആത്മാവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തരണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ.
നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. മോശയെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഏലിയായിക്ക് തീക്ഷ്ണത കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ദാവീദിലൂടെ സങ്കീർത്തനങ്ങൾ രചിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പ്രവാചകന്മാരിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. സ്ലീഹന്മാർക്ക് ധൈര്യം കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന സത്യാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവെ നിന്റെ കൃപകളും വരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ നിന്റെ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സഭയെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. സിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ നിത്യജീവനായി അണഞ്ഞവനെ പറന്നിറങ്ങി വരണേ. ഇന്നീ കൂട്ടായ്മയിൽ വരമാരി ചൊരിയണമേ. ഇന്നീ ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയണമേ. സിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ നിത്യജീവനായി അണഞ്ഞവനെ പറന്നിറങ്ങി വരണേ. തമ്പുരാന ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് കർത്താവേ, സഹിയോൻ മാളികയിലേക്ക് നീ അയച്ച പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ ശക്തിയുടെ ആത്മാവിനെ, ധൈര്യത്തിന്റെ ആത്മാവിനെ, വിവേകത്തിന്റെ ആത്മാവിനെ, ജീവൻ നൽകുന്ന ആത്മാവിനെ, സത്യം ഞങ്ങളെ പഠിപ്പിക്കുന്ന ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ഹൃദയം മുഴുവൻ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്തിമകാലങ്ങളിൽ എല്ലാ ജനതയിലും ശക്തി പകർന്നിടുവാൻ അഭിഷേകമേകിടുവാൻ. അന്തിമകാലങ്ങളിൽ എല്ലാ ജനതയിലും ശക്തി പകർന്നിടുവാൻ അഭിഷേകമേകിടുവാൻ. ആഗതനായിടുമാത്മാവേ, പാവനനായിടുമാത്മാവേ, നിറയൂ നിറയൂ നിറയൂ. ഇന്നീ കൂട്ടായ്മയിൽ വരമാരി ചൊരിയണമേ. ഇന്നീ ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയണമേ. സിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ നിത്യജീവനായി അണഞ്ഞവനെ പറന്നിറങ്ങി വരണേ. ഈ തിരുവോസ്തിയിൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധത്വം തന്നെയാണ്. പുത്രനായ ദൈവം എവിടെയുണ്ടോ അവിടെ പിതാവും പരിശുദ്ധാത്മാവുമുണ്ട്. പിതാവ് എവിടെയുണ്ടോ അവിടെ പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ പിതാവും പുത്രനുമുണ്ട്. നല്ല തമ്പുരാനെ, ത്രിത്വിക ദൈവമേ, നിങ്ങളുടെ മുമ്പാകെ, തമ്പുരാനെ നിന്റെ മുമ്പാകെ ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളെ
ഈ ലോകത്തിൽ ഭയപ്പെടുത്തുന്ന ആത്മാക്കളെ തമ്പുരാനെ നിന്റെ മുമ്പാകെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന രോഗങ്ങള് കർത്താവേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളായ സകലരുടെയും ആത്മാക്കളെ തമ്പുരാനെ ഇതിനു മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവേ, ഭയം കൂടാതെ അതിനെ അതിജീവിക്കുവാൻ, നിന്നിലുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് കർത്താവെ ഞങ്ങളെ അധികം ഭീതിപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. ഭയത്തിന്റെ ആത്മാവിനെ കർത്താവെ ഞങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കണമേ. ധൈര്യത്തിന്റെ ആത്മാവിനെ തരണമേ കർത്താവെ. നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ തരണമേ. ആബാ പിതാവേ എന്ന് നിന്നോട് വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്കെല്ലാം കൊടുക്കുന്ന നല്ല അപ്പൻ എന്ന നിലയിൽ നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. നിന്റെ തമ്പുരാനെ ഈ ദിവസങ്ങളിൽ മരണമടഞ്ഞ സകലരുടെയും ആത്മാക്കളെ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന്, ജീവൻ നൽകുന്ന ആത്മാവിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുറവുകളെ പരിഹരിച്ച് കർത്താവെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകണമേ. നിത്യജീവൻ അവർക്ക് പ്രദാനം ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ കർത്താവെ നിന്റെ സത്യാത്മാവിനെ അയച്ച് അവരുടെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, ചില രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഓപ്പറേഷന് വിധേയമാകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളുടെ മേലും കർത്താവേ നിന്റെ കരങ്ങൾ നീ വയ്ക്കണമേ. സുഖപ്പെടുത്തുന്ന ആത്മാവിനെ കർത്താവെ എല്ലാ രോഗികളുടെ മേലും കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുവാനായി നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ നിന്റെ തിരുമുമ്പാകെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കണ്ണിലുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. വേദന അനുഭവിക്കുന്ന സകലരെയും കർത്താവെ സമർപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ നിന്റെ വലിയ ശക്തി അവരുടെ മേൽ ഒഴുക്കണമേ. കർത്താവെ നിന്റെ കരം അവരുടെ മേൽ നീ വെക്കണമേ. സൗഖ്യം നൽകുന്ന ആത്മാവിനെ കർത്താവെ അവരിലേക്ക് നീ വർഷിക്കണമേ. ശരീരത്തിൽ തന്നെ കർത്താവെ സൗഖ്യം അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ രോഗങ്ങളെ കർത്താവെ നീ സുഖപ്പെടുത്തണമേ. കർത്താവ് നിന്റെ ആത്മാവിനോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെയൊക്കെ ആത്മാക്കളെ ശുദ്ധതയോടെ സൂക്ഷിക്കാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ വിഷമസന്ധിയിലുള്ള ആളുകളെ സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളൊക്കെ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള ചിന്തകൾ പോലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെയൊക്കെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളും കർത്താവെ ആ ബന്ധം ദൃഢതയോടെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ തരണമേ. നീ അവരുടെ കരങ്ങളിൽ പിടിച്ച് നടത്തണമേ. എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളെയും എല്ലാ ദമ്പതികളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്നു തമ്പുരാനെ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഒക്കെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും പ്രത്യേകമായ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം തേടി ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളെ പ്രത്യേകമായി ഈ സമയം നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ എന്ന സത്യം അറിയാതെ, സത്യത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകളെ, ശത്രുതാ മനോഭാവമുള്ള ആളുകളെ കർത്താവെ സമാധാനത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പരിസരങ്ങളിലുള്ള എല്ലാവരെയും വളരെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നിന്ന് നിന്റെ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയണമേ. ഈ സമൂഹത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ, അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും, എല്ലാ ഭവനങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ, കടന്നു ചെല്ലുന്ന എല്ലായിടത്തും നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കയറി ചെന്ന എല്ലായിടത്തേക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ, സമാധാനം കൊടുത്തതുപോലെ, ആശ്വാസം കൊടുത്തതുപോലെ കർത്താവേ ഞങ്ങളിലൂടെ ഈ സമൂഹം മുഴുവനിലേക്കും നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. നിന്റെ സത്യം എല്ലാവരും മനസ്സിലാക്കട്ടെ. എല്ലാ ജനതകളും കർത്താവെ നിന്നെ മനസ്സിലാക്കട്ടെ. നീ യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന് ഏറ്റുപറയുവാൻ തക്ക വിധം തമ്പുരാനെ നീ ലോകത്തെ മുഴുവൻ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വൈദികരെയും മെത്രാന്മാരെയും
അച്ഛന്മാരെയും മാർപ്പാപ്പായും ഒക്കെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സന്യസ്തരായിട്ടുള്ളവരെ വളരെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സഭയെ താങ്ങി നിർത്തുന്ന അവരുടെ പ്രാർത്ഥനയെ നീ ശക്തിപ്പെടുത്തണമേ. കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവേ അവരുടെ കരങ്ങൾ നിന്റെ നേരെ നീട്ടുവാനുള്ള മനസ്സ് എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചേർന്ന് ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, നിന്റെ വലിയ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ വർഷിക്കണമേ. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങളുടെ മേലും ആത്മാവ് കടന്നു വരുവാനിടയാവട്ടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. കർത്താവേ, ഞങ്ങൾ ആത്മാർത്ഥതയോട് ചോദിക്കുന്നു. നിന്റെ ആത്മാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ, ജീവൻ നൽകുന്ന ആത്മാവിനെ, സത്യത്തിന്റെ ആത്മാവിനെ, സൗഖ്യത്തിന്റെ ആത്മാവിനെ, സ്നേഹത്തിന്റെ ആത്മാവിനെ, ഐക്യത്തിന്റെ ആത്മാവിനെ, ഒരേ ഒരു ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സത്യത്തിൻ സാക്ഷികളാ നേർവഴി തേടിടുവാൻ വിശ്വാസമേകിടുവാൻ പ്രത്യാശ നൽകിടുവാൻ സത്യത്തിൻ സാക്ഷികളായി നേർവഴി തേടിടുവാൻ വിശ്വാസമേകിടുവാൻ പ്രത്യാശ നൽകിടുവാൻ ആഗതനായിടുമാത്മാവേ, പാവനനായിടുമാത്മാവേ, നിറയൂ 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 ഇന്നീ കൂട്ടായ്മയിൽ വരമായി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. സിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ, നിത്യജീവനായി അണഞ്ഞവനെ, പറന്നിറങ്ങി വരണേ. ഇന്നീ കൂട്ടായ്മയിൽ വരമാരി ചൊരിയണമേ. ഇന്നീ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണമേ. സിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളിൽ അഗ്നിനാളമായി നിറഞ്ഞവനെ, നിത്യജീവനായി അണഞ്ഞവനെ, പറന്നിറങ്ങി വരണേ. കർത്താവിന്റെ ആശീർവാദത്തിനായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ശക്തിയുടെ ആത്മാവ്, സൗഖ്യത്തിന്റെ ആത്മാവ്, എല്ലാ വരങ്ങളും നൽകുന്ന ആത്മാവ്, എല്ലാ കൃപകളും നൽകുന്ന ആത്മാവിന്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെ അടുത്ത് നിന്ന് പുത്രനെ അയക്കുന്ന ആത്മാവ്, നമ്മുടെ രക്ഷയ്ക്കായുള്ള ആത്മാവ് നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മളുടെ ആവശ്യങ്ങളിൽ ആത്മാവ് കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കട്ടെ. നല്ല തമ്പുരാനെ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയാകണമേ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.